ഞാൻ ഒരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ? തോക്ക്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനൊരു €7 അടുപ്പിച്ചായിട്ടുണ്ട്. €7 എന്ന് പറയുമ്പോഴത്തേനും ഒരു രൂപ അല്ല, 750 ആ ഒരു രൂപയ്ക്ക് വരും. ആ ഒരു എമൗണ്ട് വരും കേട്ടോ ഈ സാധനത്തിന്. ഇത് ഇത് ഫൈബർ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. പ്ലാസ്റ്റിക് കുറവാണ്, ഫൈബർ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഫൈബർ മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ഫുള്ള്. പിന്നെ ഇതിനിവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ബുള്ളറ്റ് ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കുന്നു. ഓക്കെ, ക്യാമറ ഇതല്ലേ. സാധാരണ തോക്കുകളൊക്കെ ഇങ്ങനെ ബൈക്കിലേക്ക് ഇങ്ങനെ വലിക്കുമല്ലോ, പക്ഷെ ആ വലി ഇവിടെ പറ്റത്തില്ല. അപ്പോൾ അതായത് ചിലപ്പം പറ്റും, അതായത് ഇതിനകത്ത് ബുള്ളറ്റ് സ്റ്റക്ക് ഞാൻ കാണിച്ചു തരാം. ബുള്ളറ്റ് സ്റ്റക്ക് ആയിരുന്നാൽ ഇങ്ങനെ വലിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ടോ, എന്ത് ചെയ്ത് ഇത് തന്നെ ഇത് അതിന്റെ ലോക്കാ. ഇതുണ്ടോ, ഈ ഒരു ഇത് കണ്ടോ. അപ്പൊ ഇത് ഇതിന്റെ ലോക്കാ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ലോക്കായി കിടന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ പുറകിലോട്ട് വരത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇതാണ് ഇതിന്റെ നമ്മുടെ ബുള്ളറ്റ് ഇടുന്ന ഭാഗം. ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കാര്യം ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോഴത്തേക്ക് എന്നാൽ ഇത് നമ്മളെല്ലാവരും കാണണമല്ലോ, ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണം എന്നൊരു മോഹം. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ബുള്ളറ്റ്. ഈ ഒരു സംഭവം, ഈ ഒരു ബുള്ളറ്റ് എങ്ങനെ ഇതിനകത്ത് ലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. അതായത് നമ്മൾ ഒരു പെല്ലറ്റ് ഇങ്ങനെ എടുക്കുന്നു. ഇതിനകത്ത് ഇപ്പോ ഞാൻ എല്ലാം തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ലോഡ് ചെയ്യാത്ത ഒരു 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 ബുള്ളറ്റ് ഉണ്ട്. അപ്പൊ ഈ ബുള്ളറ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ബുള്ളറ്റ്. ഈ ഒരു ബുള്ളറ്റ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെടിവെക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ബുള്ളറ്റ് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്പ്രിങ് കണ്ടോ. അപ്പൊ ഈ സ്പ്രിങ്ങിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ സംഭവം ഇങ്ങനെ എടുക്കുക. ഇതാണ് ഇതിന്റെ ബുള്ളറ്റ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ബുള്ളറ്റിന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, അതായത് ഇങ്ങനെ ഒരു മുട്ട പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെടിവെച്ച് കഴിയുമ്പോൾ നല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ, നല്ല പവർ ആട്ടോ ഇതിന്. അപ്പത്തേക്ക് ഇങ്ങനെ ദേഹത്തൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതല്ലേ, വേദനയൊക്കെ എടുക്കില്ല. അപ്പൊ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവർ തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു മുട്ട ഇരിക്കുന്ന പോലെയാണ് ഇത് ഇരിക്കുന്നത്. ഈ ഒരു ഇതിനകത്ത് വെച്ച് ലോഡ് ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തള്ളുക. ആ ഒരു ടക്കെന്ന് പറഞ്ഞ വെച്ച് കേൾക്കും നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേനും. അപ്പൊ ഈ ബുള്ളറ്റ് ലോഡായി. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സംഭവം നമ്മൾ വെടിവെക്കാൻ വേണ്ടി ഇടുന്നത്. അപ്പൊ അതിങ്ങനെ എടുക്കുക. അപ്പൊ അതിനകത്ത് സംഭവങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. നമുക്ക് ആദ്യം ഒരു 2-3 ബുള്ളറ്റ് ലോഡ് ചെയ്തിട്ട് ഞാൻ വെടിവെച്ച് കാണിച്ചാലേ. നമ്മളിങ്ങനെ ഇന്ന് ഫുള്ള് ഗണ്ണ് ഷൂട്ടായിരിക്കും. ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് കൊണ്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഞാനിത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ സ്ക്രീൻ ആംഗിൾ ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞായതുകൊണ്ട് അത് നേരെ പോയി എടുക്കട്ടെ. അപ്പൊ ഈ സാധനം ഇങ്ങനെ എടുക്കുക. ഇതുണ്ടോ. അപ്പൊ ഈ സംഭവത്തിനകത്തേക്ക് നമുക്ക് ലോഡ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ ലോഡ് ചെയ്യുന്നതെന്ന് അറിയോ? അതായത് ഈ ഒരു പൊസിഷൻ കണ്ടോ, ഈ ഒരു പൊസിഷൻ, അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് താക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഐ മീൻ താക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ലോഡ് ചെയ്യാം. ഈ സംഭവം കണ്ടോ, ഈ സംഭവത്തിനകത്ത് ഇങ്ങനെ പുഷ് ചെയ്യുക, ഇങ്ങനെ കയറ്റിയിടുക. അപ്പൊ ഒരെണ്ണമായി. ഓക്കെ, നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മളിത് ഇങ്ങനെ എടുക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റുന്നു. സംഭവം റെഡി. ഇതാണ് കേട്ടോ സംഭവം. നമുക്കിനി വെടിവെക്കാം. സംഭവം എനിക്ക് ഇതൊക്കെ ഇഷ്ടാട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ. അതായത് എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ, ഈ പള്ളി പെരുന്നാൾ സ്ഥലത്തൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കടമൊക്കെ ഉണ്ടല്ലോ, 25 വയസ്സായപ്പോഴേ അതിന്റെ കടമൊക്കെ ഞാൻ തീർക്കും. എങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ എടുക്കുന്നു, നമ്മൾ ഇത് ലോഡ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഈ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ മറച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിരിക്കാം. ഓക്കെ, ഇതിവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ഈ സെൽഫി ആംഗിൾ ആയതുകൊണ്ട് കേട്ടോ. ഇത് ഞാൻ വായിക്കാം. 9/19 അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഓസ്ട്രിയ. ഓക്കെ, അവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ 80C എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ, അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അറിയത്തില്ല. ഇത് നമ്മൾ ഈ വെടി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് തെറിച്ചങ്ങ് പോകും. അപ്പൊ ഈ സംഭവം ഇതിനകത്തൂടെ, ഈ ഒരു സംഭവത്തിനകത്തൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ലോഡ് ചെയ്തു, നമുക്ക് വെടി വെക്കാം. എങ്ങോട്ടാ വെടി വെക്കണ്ടേ? ഇങ്ങോട്ട് വെക്കാം അല്ലെ. എങ്ങനെയുണ്ട് സംഭവം? നല്ല പവർ സാധനം കേട്ടോ. ഞാൻ ഒരു വെളിയിൽ പുറത്ത് പോയിട്ട് ഞാനത് കാണിച്ചു തരാം. നല്ല നല്ല ആംഗിൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഇതിന്റെ ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, കുറച്ച് ഗ്രിപ്പായിട്ടുള്ള ഏരിയ. അതായത് നമ്മളിങ്ങനെ നമ്മൾ ഗണ്ണ് പിടിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു 3 പേരുകൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി, ഗ്രിപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ തള്ളവിരൽ ഇങ്ങനെയാണല്ലോ വെക്കുന്നത് നമ്മളിങ്ങനെ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും. അപ്പോഴത്തേക്കും നമ്മളിത് ഈ കാഞ്ചി ഇവിടെ കാണും.
അപ്പത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ, അപ്പൊ ഈ സംഭവം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ സ്റ്റക്കാണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഞാനിപ്പം ഒന്നല്ലേ ഷൂട്ട് ചെയ്തുള്ളൂ, ഒരു വെടിയല്ലേ വെച്ചുള്ളൂ. അപ്പത്തേക്ക് നമുക്ക് ഇതിങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുക്കുന്നതെന്ന് അറിയോ, ജസ്റ്റ് ഇതിങ്ങനെ വന്നു, സാധനം വന്നു. നമുക്ക് ഇപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റും. അതെങ്ങനെ എടുത്തതെന്നറിയോ, നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്നത്, അതെടുത്ത് മാറ്റുക. ഓക്കെ, അതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ഉണ്ടോ, ഇതിന്റെ പല്ലല്ലേ. ഓക്കെ, 10-25 വയസ്സായപ്പോഴേ എന്തേലും ആട്ടെ. എനിക്കിതൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ, ഈ പരിപാടിയൊക്കെ. ഓക്കെ, ഇതിന് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതെന്തിന് ഇവിടെ ഇങ്ങനെ എഡ്ജ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ എഡ്ജ് എന്തിനാണെന്നറിയോ, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ബുള്ളറ്റ് ഇങ്ങനെ, ഞാൻ സ്ക്രീനിലേക്ക് നോക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വീഡിയോയ്ക്ക്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റ് ആയിട്ട് പോയിന്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത്, കാരണം ഇത് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഈ ബേസ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തായിരുന്നെങ്കിൽ ഈ നമ്മൾ എങ്ങോട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ആ സ്പോട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് ഇത് വരില്ല. ആ ഒരു സ്പോട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ എഡ്ജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെടി വെക്കുന്ന സമയത്ത്, ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എന്ന് അത് കൊള്ളാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു നമ്മുടെ സ്കിന്നിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല, ചെറിയൊരു വേദന എടുക്കത്തേ ഉള്ളൂ. ഈ ചാർട്ട് പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, പേപ്പർ കട്ടിയുള്ള പേപ്പർ എടുക്കുക, എന്നിട്ട് അതിന്റെ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ക്രോസോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരയൊക്കെ വരച്ചിട്ട് ഒരു ഇതിങ്ങനെ ഓക്കെ. അപ്പൊ അതിന്റെ സെന്ററിൽ നമുക്കൊരു പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ ആ പോയിന്റിലേക്ക് ചാർട്ടിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. അതാണ് കേട്ടോ ഒരു സംഭവം. ഈ പെല്ലറ്റ് നമുക്ക് ഇത് ഫുള്ള് ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഇത് ഒന്ന് മൊത്തത്തില് ഇതൊരു 6 എണ്ണം ഉണ്ട് നമുക്ക്. ഓക്കെ, ഈ പെല്ലറ്റ് നമുക്ക് 6 എണ്ണം ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സംഭവം. അപ്പൊ ഇതിനകത്ത് 2 എണ്ണം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്താണ് കേട്ടോ ഇത് വരുന്നത്. ഞാൻ കാണിച്ചില്ല, ബോക്സ് ഞാൻ കാണിച്ചില്ലേ, ബുള്ളറ്റ് ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ബോക്സ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് അതിന്റെ ബോക്സ്. ഇങ്ങനത്തെ ഒരു ബ്രൗൺ ബോക്സിനകത്താണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇവിടെ കുറെ ഇതിന്റെ ബാർകോഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈന കേട്ടോ, മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം കൂടെ ഈ ബോക്സിനകത്ത് കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടെയും ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ഒരു ഗ്രിപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല, നല്ല മെറ്റീരിയൽ ആണ്. ഓക്കെ, നല്ല മെറ്റീരിയൽ ആണ്. ഞാൻ ഇച്ചിരി പ്രഷർ കൊടുത്ത് കാണിച്ചില്ല. ഇത് മിസ്റ്റേക്ക് അല്ല കേട്ടോ, ഞാൻ ലോക്ക് ചെയ്തില്ല, ഞാൻ വെറുതെ വെച്ചതേ ഉള്ളായിരുന്നു. ഓക്കെ, നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് ഞാൻ നല്ല ബലത്തിലാണ് പിടിച്ചിരിക്കുന്നത്. ഇതാ, നല്ല സ്ട്രോങ് ആണ് കേട്ടോ, സ്ട്രോങ് സാധനമാണ്, അടിപൊളിയാണ്. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫണ്ണായിട്ടേ നമുക്കിങ്ങനെ ഈ ചാർട്ട് പേപ്പർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് പേപ്പറിലൊക്കെ എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടില് ആമസോണിലൊക്കെ ഇങ്ങനത്തെ ടോയ് ഗൺസ് ഒക്കെ വാങ്ങിയത് അത്യാവശ്യം പവർ ആയിട്ടുള്ള ടോയ് ഗൺ ആണ്. ഇങ്ങനത്തെ ടോയ് ഗൺസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, എനിക്ക് തോന്നുന്നത് കിട്ടുമായിരിക്കും ഉറപ്പായിട്ടും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. ഈ ഭാഗത്തെ ഗ്രിപ്പ് നല്ല ഗ്രിപ്പാണ് കേട്ടോ. ഇതുണ്ടോ, ഈ ഭാഗത്തെ ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഭാഗത്തെ ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പാണ് കേട്ടോ, വേറൊരു ഗ്രിപ്പില്ല, നല്ലൊരു ഗ്രിപ്പാണ്. എങ്ങനെയുണ്ട്, ഗൺ ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതിനകത്ത്. ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കൊടുത്തത്, ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഇതൊരു ഗ്രേ അല്ല, മറ്റൊരു ഒരു പ്രത്യേക കളറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.